പ്രിയ പ്രേക്ഷകരെ, ഇന്ന് കടിക്കുന്ന തവളയും ഭീഷണിപ്പെടുത്തുന്ന തവളയും കുറിച്ചാണ് ഒരു വാർത്തയാണ്. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ പല പത്രങ്ങളിലെല്ലാം ഉണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള പുതിയ കണ്ടെത്തലുമായിട്ട് ഗവേഷകർ വന്ന റിപ്പോർട്ടാണിത്. അതായത് കടിക്കുന്ന തവള, അതുപോലെ ഭീഷണിപ്പെടുത്തുന്ന തവള, നമുക്ക് കേട്ടിട്ട് തന്നെ നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. ഈ അരുണാചൽ പ്രദേശിൽ നിന്നാണ് ഇത്തരം പ്രതിരോധത്തിനായി ഭീഷണിയുടെ രൂപത്തിൽ ശരീരമുയർത്തി പ്രതികരിക്കുന്നതും. അതുപോലെ മറ്റൊരെണ്ണം കേരളത്തിൽ നിന്നാണ്, കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ തവളകളിൽ ഇതുവരെ നിരീക്ഷിക്കാത്തൊരു പ്രതികരണമായാണ് ഇത് ഗവേഷകർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് അരുണാചൽ പ്രദേശിൽ നിന്നും അതുപോലെ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഗവേഷകരാണിത് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കണ്ടെത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ജേണലായ ഹെർപ്പറ്റോളജിക്കൽ നോട്ട്സിൻ്റെ പുതിയ ലക്കത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പ്രശസ്ത ഉഭയജീവി ഗവേഷകനും മലയാളിയുമായ ഡോക്ടർ സത്യഭാമാദാസ് ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി സംഘം നടത്തിയ ഗവേഷണത്തിലും കണ്ടെത്തലുമാണിത്. അതുപോലെ കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ ശിശുവാണി വനത്തിൽ വെച്ചാണ് ഇരുനിറത്തവള എന്ന ഇനം അപകടവേളയിൽ ഭീഷണിയുടെ രീതിയിൽ പ്രതിരോധ പ്രതികരണം നടത്തുന്നത് ഗവേഷകർ നിരീക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ അരുണാചലിൽ മാത്രം കാണപ്പെടുന്ന അപാഥാനി കൊമ്പൻ തവളയാണ് ഭീഷണി ഉണ്ടാകുമ്പോൾ കടിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നത്. ഇത് അരുണാചൽ പ്രദേശിൽ നിന്ന് ഈ തവളയുടെ പേര് അപാഥാനി കൊമ്പൻ എന്നാണ്. ഇത് ഭീഷണി ഉണ്ടാകുമ്പോൾ കടിക്കുകയും നിലവിളിക്കുകയും ചെയ്യും. പിന്നെ രാത്രി മാത്രം പുറത്തിറങ്ങുന്ന അപാഥാനി കൊമ്പൻ തവളയെ മറ്റു ജീവികൾ സമീപിക്കുകയോ ഭീഷണി നേടുകയോ ചെയ്താൽ ശരീരം വീർപ്പിക്കുകയും അതുപോലെ തന്നെ നിലവിളി പോലെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ നിവൃത്തിയില്ലെങ്കിൽ അപാഥാനി കൊമ്പൻ എന്ന തവള, അരുണാചലിൽ മാത്രം കാണുന്ന ഈ തവള, അത് കടിക്കുകയും ചെയ്യുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഇരുനിറത്തവള ശല്യപ്പെടുത്തുമ്പോൾ കൈക്കാലുകൾ ലംബമായി നിവർത്തി ശരീരം തറയിൽ നിന്നുയർത്തി വലിപ്പം കൂട്ടി ഭീഷണിപ്പെടുത്തുന്ന ഒരു ശരീരഭാഷയാണ് സ്വീകരിക്കുന്നത് എന്ന് ഗവേഷകർ പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഹെർപ്പറ്റോളജിക്കൽ നോട്ട്സിൻ്റെ പുതിയ ലക്കത്തിലാണ് ഇത് സംബന്ധമായ ഗവേഷണം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.